എൻ്റെ റീൽസ് പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഫോളോവേഴ്സിനും പോകാൻ പാടില്ല, പക്ഷേ പുതിയൊരു ഓഡിയൻസ് ഗ്രൂപ്പിലോട്ട് പോകണം. അങ്ങനത്തെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ട്രയൽ എന്നൊരു ഓപ്ഷൻ. നിങ്ങൾ ഹായ് ഗൈസ്, അങ്ങനെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു അപ്ഡേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ട്രയൽസ് എന്നൊരു അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അപ്ഡേഷൻ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു തുണിക്കട നമ്മൾ പോകണം നോക്കിയാൽ, ഇപ്പോൾ തുണിക്കട നമ്മൾ തുണി പർച്ചേസ് ചെയ്യാൻ പോകുന്നത് തന്നെ നമ്മൾ സൈസും കാര്യങ്ങൾ നോക്കിയിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത്. നമ്മൾ ട്രയൽ ചെയ്തിട്ടല്ലേ എടുത്തുകൊണ്ട് വരുന്നത്. നമ്മൾ ഇട്ട് നോക്കി നമുക്ക് ഓക്കെ ഫിറ്റാണോ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതേപോലത്തെ ഒരു ഓപ്ഷനാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ കൊടുക്കുന്നത്. റീൽ സെക്ഷനിൽ ട്രയൽസ് എന്നുള്ള ഓപ്ഷൻ. ഇവിടെ നമുക്ക് തുണിയല്ല, മറിച്ച് നമ്മൾ ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റ് നോക്കാനുള്ള ഓപ്ഷനാണ് അവർ തരുന്നത്. നോർമലി നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്യുന്നത്? നമ്മളൊരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് നമുക്ക് ഈ റീൽസ് പോകുന്നത് നമ്മളെ ഫോളോവേഴ്സിനാണ്. അപ്പോൾ നമ്മളെ ഫോളോവേഴ്സിൻ്റെ ഈ പറഞ്ഞ എൻഗേജ്മെൻറ്റ്, നമുക്ക് ലൈക്സും ഷെയർസും സേവ്സും ഇതെല്ലാം നോക്കിയിട്ടാണ് യൂട്യൂബ് അൽഗോരിതം ഇത് മറ്റൊരാൾക്ക്, അതായത് ഈ പറയുന്ന നമ്മൾ ഫോളോവേഴ്സ് അല്ലാത്ത വൈഡർ ഓഡിയൻസിന് ഇവർക്കത് റെക്കമെൻഡായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നോർമലി ഇത് ചെയ്തു വരുന്നത് ഇൻസ്റ്റാഗ്രാം. സെയിം ഇത് നമുക്ക് ഈ പറയുന്ന നമ്മളെ ഫോളോവേഴ്സ് അല്ലാത്തവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റാമല്ലോ. അതായത് നമുക്ക് ഈ റീൽസ് പോസ്റ്റും ചെയ്യണം, പക്ഷേ എൻ്റെ പ്രൊഫൈൽ കാണിക്കാനും പാടില്ല. അതായത് ഈ പറയുന്ന പുറത്തു നിന്ന് നോക്കുന്നവർക്ക്, എൻ്റെ ഫോളോവേഴ്സിനായാലും ഞാൻ റീൽസ് പോസ്റ്റ് ചെയ്തത് കാണാനും പാടില്ല. എന്നാൽ എൻ്റെ റീൽസ് പോസ്റ്റ് ചെയ്ത് എൻ്റെ ഫോളോവേഴ്സിനും പോകാൻ പാടില്ല, പക്ഷേ പുതിയൊരു ഓഡിയൻസ് ഗ്രൂപ്പിലോട്ട് പോകണം. അങ്ങനത്തെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ട്രയൽ എന്നൊരു ഓപ്ഷൻ. നിങ്ങൾ റീൽസ് പോസ്റ്റ് ചെയ്യാൻ നേരത്ത്, റീൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, പോസ്റ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ട്രയൽ എന്നൊരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രയൽസിൽ റീൽസ് പോസ്റ്റ് ചെയ്യുന്നതിൽ വിധം നിങ്ങൾക്ക് എന്ത് നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീൽസ് നിങ്ങളെ ഫോളോവേഴ്സിന് ഫസ്റ്റ് കാണിക്കത്തില്ല. ഇത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഓഡിയൻസ്, അതായത് പുതിയ ഒരു ഓഡിയൻസിന് മാത്രമാണ് നിങ്ങളുടെ വീഡിയോസ് ഫസ്റ്റ് പോസ്റ്റ് ആവുന്നത്. കാരണം ഇപ്പം നിങ്ങൾ ഫോളോവേഴ്സിന് പെട്ടെന്ന് നോക്കാനും പറ്റില്ല. ഈ ട്രയൽസ് നിങ്ങൾ പ്രൊഫൈലിനകത്ത് കയറി കഴിഞ്ഞാൽ നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻറ്റയർലി ന്യൂ ആൾക്കാർക്ക് ഇത് ഈ പറയുന്ന റീൽസ് പോസ്റ്റ് ആവുന്നത്. അപ്പോൾ അവർ അതിനകത്ത് എന്തൊക്കെ എൻഗേജ്മെൻറ്റ് നടത്തുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ലൈവ് ടൈമിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് 24 hours വരെ ഈ ട്രയൽസ് വിസിബിളായി കിടക്കും. ഈ 24 hours ആകുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ എക്സാക്റ്റ് അനലിറ്റിക്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന. ഈ പറയുന്ന റീൽസ് എത്രത്തോളം റീച്ചായി, ഏതൊക്കെ ഓഡിയൻസ് ലൈക്ക് ചെയ്തു, ഈ പറയുന്ന റീൽസിന് ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഒരു ഐഡിയ തരും, അനലിറ്റിക്സിൽ ഐഡിയ തരും. അപ്പോൾ നിങ്ങളത് ആ ഒരു 24 hours, അതായത് നിങ്ങൾക്ക് നാളെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിങ്ങൾ ട്രയൽസിലോട്ട് പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റെസ്പോൺസ് നാളെ അറിഞ്ഞതിന് ശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല ഓപ്ഷൻ എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് പെർഫോം ചെയ്യുമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാം അത് റെക്കമെൻഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി പോസ്റ്റ് ചെയ്തോളും. ഇൻ കേസ് ഇപ്പം നമുക്ക് ഈ നാട്ടുകാരെ പൾസ് അറിയണമല്ലോ, അതായത് നമുക്ക് ഈ പറയുന്ന ഓഡിയൻസിനെ പൾസ് അറിയണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഈ പറയുന്ന ട്രയൽസാണ്. ട്രയൽസ് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ നാളെ ഒരു പറയുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ട്രയൽസ് പോസ്റ്റ് ചെയ്യുക. ഓഡിയൻസ് റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ നാളെ തന്നെ പബ്ലിക്കായിട്ട് പോസ്റ്റും ചെയ്യുക. ഇത് നല്ല ഓപ്ഷൻ. ഇത് നിങ്ങൾ ചെയ്തു നോക്കും. ഞാനിപ്പോൾ പേഴ്സണൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്.